ബാർ കേസിലെ വിജിലൻസ് അന്വേഷണം മറ്റ് കോൺഗ്രസ് നേതാക്കളിലേക്ക് കൂടി നീളുന്നു. ബെന്നി ബെഹനാന്റെ ഇടപാടുകൾ പരിശോധിക്കുകയാണ്. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, ബാർക്കോഴ കേസിൽ മറ്റ് നേതാക്കൾ കൂടി അന്വേഷണ വിധേയമാകുന്നു. അവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയാണ്. ഇപ്പോൾ ആരുടെയൊക്കെ ഇടപാടുകളാണ് പരിശോധിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, ബാർക്കോഴ ഇടപാടിൽ കോൺഗ്രസിലെ ഉന്നത നേതാക്കളടക്കം മറ്റ് നേതാക്കളിലേക്ക് കൂടി വിജിലൻസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ബാർക്കോഴ കേസിൽ മറ്റ് നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെയും കെ ബാബുവിന്റെയും ഏറ്റവും അടുപ്പക്കാരനായ എ ഗ്രൂപ്പിന്റെ പ്രധാന നേതാവായ ബെന്നി ബെഹനാനിലേക്കാണ് വിജിലൻസിന്റെ അന്വേഷണം നീളുന്നത്. ബാർക്കോഴ ഇടപാടിൽ ബെന്നി ബെഹനാന് പങ്കുണ്ടോ, ഇടപാടിൽ അദ്ദേഹത്തിനും പണം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് ആദ്യം പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ തന്നെ പരിശോധിക്കുക. ഇക്കാര്യത്തിൽ പ്രസക്തമായ പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ബാർക്കോഴ ഇടപാടിലൂടെ ലഭിച്ച പണം സോളാർ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്ന പരാതിയാണ് ഇക്കാര്യത്തിൽ വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ വിജിലൻസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും ഇടപെട്ടത് ബെന്നി ബെഹനാനാണ് എന്ന തരത്തിലുള്ള സൂചനകളും ഈ പരാതികളിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബെന്നി ബെഹനാനിലേക്ക് ആദ്യഘട്ടത്തിലുള്ള അന്വേഷണം തന്നെ നീളുന്നത്. നമുക്കറിയാം, കെ ബാബുവിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഏറ്റവും അടുപ്പക്കാരനായ നേതാവാണ് ബെന്നി ബെഹനാൻ. എറണാകുളത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ സോളാർ കേസ് ഒതുക്കി തീർക്കുന്നതിൽ ബെന്നി ബെഹനാൻ ബാർക്കോഴ ഇടപാടിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് അതിന് ശ്രമിച്ചു എന്ന രീതിയിലുള്ള പരാതികളാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ കഴമ്പുണ്ടോ എന്നാണ് വിജിലൻസ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. മറ്റ് കോൺഗ്രസ് നേതാക്കളിലേക്കും ഈ അന്വേഷണം നീണ്ടേക്കും എന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബാർക്കോഴ കേസിലെ പണം സോളാർ കേസ് ഒതുക്കി തീർക്കുന്നതിനായി ഉപയോഗിച്ചു എന്ന പരാതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ വിജിലൻസിന് ലഭിച്ചിരുന്നു. എന്നാൽ അന്ന് അതിൽ അന്വേഷണമൊന്നും നടന്നിരുന്നില്ല. അതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായി. അന്ന് അത്തരത്തിലുള്ള പരാതികൾ ഒതുക്കപ്പെട്ടു എന്നാണ് നമ്മൾ കരുതേണ്ടത്. എന്തായാലും ആ പരാതികൾ കൂടെ ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ബാർ കേസിൽ ആഴത്തിലുള്ള അന്വേഷണം തന്നെയാണ് വിജിലൻസ് നടത്തുന്നത്. എല്ലാ തലത്തിലുമുള്ള അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. നമുക്കറിയാം, കെ ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ 2 ദിവസമായി വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ കെ ബാബുവിന്റെ ബിനാമികളിലേക്കും കെ ബാബുവിന്റെ മക്കളിലേക്കും എല്ലാം ആ അന്വേഷണം നീളുകയാണ്. അതിന് സമാന്തരമായ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിലെ ഉന്നത നേതാക്കളിലേക്കും ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നീളുന്നത്. ആദ്യഘട്ടത്തിൽ ബെന്നി ബെഹനാന്റെ സാമ്പത്തിക ഇടപാടുകളാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് പരിശോധിക്കുന്നത്. അഞ്ജു, ശരി ജിതി.